ഞാൻ വീണ്ടും വന്നു. ദിസ് ഈസ് മീ മെറീന ജോബി. വെൽക്കം ടു സോർ ആൻഡ് സ്പൈസി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് തോറ്റു പോവുക എന്നത്. അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്ത ഒരുപാട് വാക്കുകൾ. 8 നില പൊട്ടി പാളീസായി, ഫ്ലോപ്പായി പോയി, പിന്നെന്താ അത് അങ്ങ് പോയി, അങ്ങനെ ഒരുപാട് വാക്കുകൾ. ആരെങ്കിലുമൊക്കെ നമ്മളോട് ഈ തോൽവികളുടെ കഥകൾ പറയുമ്പോഴും തോൽവികളുടെ കഥകൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴും ഒക്കെ നമ്മൾ ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ കഥകളുടെ ഒക്കെ അവസാനം നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നവർ ആഡ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് കൂടെ ഉണ്ട്. അതെന്താ അത്? ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടു, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. എന്തൊരു വിരോധാഭാസം അത്. കാരണം ഇത്രയും നാൾ അല്ലെങ്കിൽ ഒരു 10ഓ 15ഓ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തു, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് നാൾ കഷ്ടപ്പെട്ടു. ഇനി ആ സംഭവം നമ്മൾ നിർത്തി. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ 15 പ്രാവശ്യം കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ 10 പ്രാവശ്യം കഷ്ടപ്പെട്ടു. ചിലപ്പോൾ 11ാമത്തേതിലായിരുന്നു എങ്കിലോ നമ്മുടെ ചാൻസ്, അല്ലെങ്കിൽ 16ാമത്തേതിലായിരുന്നു എങ്കിലോ നമ്മുടെ ചാൻസ്. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു 10ലൊരംശം അല്ലെങ്കിൽ 15ലൊരംശം കഷ്ടപ്പെട്ടിരുന്നാൽ നമുക്ക് നെക്സ്റ്റ് ചാൻസിൽ നമുക്കത് കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 15 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ നമ്മളത് സംഭവം സ്റ്റോപ്പ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കഷ്ടപ്പെടാൻ റെഡി അല്ല. നിങ്ങൾ ഈ വിജയത്തിന് മകുടതയിൽ അല്ലെങ്കിൽ നിറകുടത്തിലൊക്കെ ഏറ്റവും ടോപ്പിൽ എത്തി നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവരുടെ ഒക്കെ ലൈഫിലുണ്ടാവും ഒരു കയറ്റി ഇറക്കങ്ങൾ, കുറേ തോൽവികൾ. നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തായാലും ഇത് എവിടെയെങ്കിലുമൊക്കെ ഫ്ലോപ്പ് ആവും. അപ്പം നമ്മൾ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റത്തിനോടൊപ്പം ഇറക്കവും അത് ഈ വിജയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സക്സസിൻ്റെ ഒരു ഭാഗമെന്ന് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ മുകളിലെത്തുമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ താഴെ ചാടിപ്പോവും. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ആ ഇറക്കങ്ങളെല്ലാം നമ്മുടെ വിജയത്തിലേക്കുള്ള അതിൻ്റെ പാത്വേയിലുള്ള ഒരു ഭാഗം തന്നെയാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പം ഈ ഒരു ചിന്തയോടെ പോകാൻ നമ്മുടെ റെസിപ്പിയിലോട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു നാടൻ ബീഫ് കറിയാണ്. ബീഫ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് പൊറോട്ടയുടെ കൂടെ, പിന്നെ ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ബാക്കിയുള്ളതിൻ്റെ കൂടെ കഴിക്കാം, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പൊറോട്ടയുടെ കൂടെ കഴിക്കാനാണ്. കുറച്ച് നല്ല രീതിയിൽ ഗ്രേവി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ആവി പറക്കണ ചൂടോടെ ഈ പാത്രത്തിലോട്ട് പകർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കിയ ബീഫ് കറി. ഈ ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഞാൻ ഈ ബീഫ് കറി ഉണ്ടാക്കിയെന്ന്. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആകെ ഇത്ര സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ബീഫ് ഞാൻ 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു 35 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. നമ്മൾ ഇതിനകത്തോട്ട് സവാള ചേർക്കുന്നില്ല. സവാള ചേർക്കാം, ഉള്ളി ഇല്ലെങ്കിൽ ചേർക്കാം. പക്ഷേ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ചെറിയ ഉള്ളി ചേർക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ ഒരു അരമുറി തേങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ. ഞങ്ങൾക്ക് എരിവനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. കാരണം നമ്മൾ വീണ്ടും കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇത് എരിവിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ, 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ഇടാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ഒരു 3 ഇതള് ഞാനിങ്ങനെ അല്ലി തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്. അധികം എരിവില്ലാത്തതാട്ടോ. എരിവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. കാരണം കുരുമുളക് പൊടി മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മസാല ഞാൻ ചതച്ചെടുത്തതാണ്. ഒരു 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 2 ഏലക്ക, 4 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം ജാതിക്ക, ഇത്രയിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇത് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം. നമുക്കിങ്ങനെ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് നമ്മുടെ ഇറച്ചിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വേവിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് കുക്കറിലോട്ട് ഇറച്ചി ഇട്ട് കൊടുക്കാം.
നമ്മുടെ ഇറച്ചിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഓൾറെഡി ഇറച്ചിയിൽ നല്ല വെള്ളം ഉണ്ടാവും, അത് ഇറങ്ങി ഓൾറെഡി വെള്ളം വരും. അതുകൊണ്ട് നമുക്കിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അത് ആവശ്യത്തിന് പാകത്തിന് ഗ്യാസ് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 95% കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കുക്കായിക്കോളും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല ഇറച്ചിക്കും പല വേവാണ്, പല കുക്കറിനും പല വേവാണ്. അപ്പോൾ കുക്കറിൻ്റെയും ഇറച്ചിയുടെയും അനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 95% കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, മൺചട്ടിയാണ്. ഇനി നമുക്ക് ചട്ടി ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെ നമ്മുടെ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി ഇതേ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയെടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി നല്ല ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഉണ്ടായിരുന്നില്ലേ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയുടെ കളറ് മാറി തുടങ്ങി, നന്നായിട്ട് വാടി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ബ്രൗൺ കളറായ സമയത്ത് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇത് ചതച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തീ നന്നായിട്ട് കുറയ്ക്കുക കേട്ടോ. ഇനി എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. നല്ല ചൂടായി കിടക്കണ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇനിയും പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, നല്ല ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യണം. അപ്പം അതെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ
ബീഫ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിനകത്ത് വേവിച്ചപ്പോൾ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കണേ. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് നിങ്ങൾ വേവിച്ചപ്പോൾ കിട്ടിയെങ്കിൽ ആ വെള്ളം തന്നെ മതിയാവും. ഇനി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ഇത് എല്ലാ മസാലയും ഇതുമ്പോൾ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ് തുടങ്ങിയ 1 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ml. വെള്ളം നന്നായിട്ട് നിങ്ങൾ ഇറച്ചി വേവിച്ചപ്പോൾ കിട്ടിയെങ്കിൽ ആ വെള്ളം തന്നെ ഉപയോഗിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഏകദേശം ഇങ്ങനെ ഇറച്ചി മുങ്ങിക്കിടക്കണം. അതേപോലെ ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ പൊടിച്ചു വെച്ച മസാലയല്ലേ, നമ്മൾ കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു എല്ലാം കൂടി പൊടിച്ചു വെച്ച മസാല ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ല മണം വരും കേട്ടോ. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങി. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കണം. ഇനി നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. മൂടി വെച്ച് വേവിക്കുന്നതിനൊക്കെ മുമ്പ് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാറ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഓക്കെ, ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിക്കാം. കുറച്ച് വെള്ളമൊക്കെ പറ്റും, കുറച്ച് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റൊക്കെ വേവിക്കാം കേട്ടോ. യെസ്, അപ്പോൾ അതേ നമ്മുടെ ബീഫ് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മസാലകളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വറ്റി വരണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണം. നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിരുന്നു, ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിരുന്നു. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത്. ഇപ്പോൾ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഒന്ന് വറ്റിച്ചെടുക്കാം. തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വരും. പിന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചോറിൻ്റെ കൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കുക. ഓക്കെ, അപ്പോൾ ടാറ്റാ.